എല്ലാവർക്കും നമസ്തേ. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷത്തിന് ഒരു താൽക്കാലിക വിരാമം ഉണ്ടായി എന്ന് പറയാം. വെടിനിർത്തൽ അത് താൽക്കാലികമാണ് എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ കർശനമായ ഉപാധികൾ വെച്ചാണ് പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിന് അയവ് വരുത്തിയത്. അവരുടെ ഒരുപാട് വ്യോമതാവളങ്ങൾ തകർത്ത് തരിപ്പണമാക്കി, നമ്മൾ മിസൈൽ ആക്രമണം നടത്തി തരിപ്പണമാക്കി. നമ്മളുടെ ഭാഗത്തുനിന്ന് ഈ ദൗർഭാഗ്യകരമായിട്ട് ഒരു 10-20ഓളം നമ്മുടെ പൗരന്മാർ കൊല്ലപ്പെട്ടു. അത് അവരുടെ ഷെല്ലിങ്ങിലാണ് കൊല്ലപ്പെട്ടത്. അതിർത്തിക്ക് അപ്പുറത്ത് നിന്ന് അവർ മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണത്തിലൊന്നും നമുക്ക് ഒന്നും സംഭവിച്ചില്ല. അവർ വിട്ട മിസൈലുകളും ഡ്രോണും എല്ലാം നമ്മൾ തകർത്ത് തരിപ്പണമാക്കി. നമ്മുടെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ തന്നെ നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ചു. കാരണം അത്ര ശക്തമാണ് നമ്മുടെ സൈന്യം. എന്നാൽ പാകിസ്ഥാൻ അങ്ങനെയല്ല. അവരുടെ വ്യോമ പ്രതിരോധ റഡാറുകൾ വരെ നമ്മൾ തകർത്തതിനാൽ അവർക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ തിരിച്ചറിയാനോ തടയാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ അവരെ എത്തിച്ചു. അവരുടെ ആ സംവിധാനങ്ങളെ മൊത്തം തകർത്ത് തരിപ്പണമാക്കി. എന്നിട്ടാണ് അവരുടെ കറാച്ചി ഉൾപ്പെടെയുള്ള കറാച്ചി തുറമുഖം നമ്മൾ മിസൈൽ ഇട്ട് നശിപ്പിച്ചു. അവരുടെ കുറേയേറെ വ്യോമതാവളങ്ങൾ നമ്മൾ തകർത്ത് തരിപ്പണമാക്കി. അവരുടെ യുദ്ധവിമാനങ്ങൾക്ക് പോലും പൊങ്ങാൻ പറ്റാത്ത പോലുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കി. അവരുടെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ നമ്മൾ പദ്ധതിയിട്ടിരുന്നു. പക്ഷെ ഇതൊക്കെ കണ്ട് ഭയന്ന പാകിസ്ഥാൻ അമേരിക്കയെ വിളിച്ച് ഇതിനൊരു മധ്യസ്ഥത വഹിക്കണമെന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് എങ്ങനെയും രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ അവർ പ്രവർത്തിച്ചു. ഇടയ്ക്ക് അവരന്നേരം ആദ്യം പറഞ്ഞിരുന്നത് നമുക്ക് നേരെ ആണവായുധം പ്രയോഗിക്കാൻ മടിക്കില്ല എന്ന് പറഞ്ഞവരാണ് അവസാനം നമ്മൾ വെച്ച ഉപാധികൾ അംഗീകരിച്ചുകൊണ്ട് അവർ വെടിനിർത്തലിന് തയ്യാറായത്. അവരുടെ ഒരു ഉപാധിയും നമ്മൾ അംഗീകരിച്ചിട്ടില്ല. അതിനകത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇനി ഏതേലും ഒരു രീതിയിൽ അവരുടെ ഭാഗത്തുനിന്ന് അത് സൈനികമായോ അല്ലെങ്കിൽ ഭീകരന്മാരെ വിട്ടോ ഇവിടെ നമ്മുടെ നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ നമ്മൾക്കെതിരെയുള്ള യുദ്ധമായിട്ട് കരുതി തിരിച്ചടിക്കും, ശക്തമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ പിൻവാങ്ങിയ നദീജല കരാറ്, സിന്ധു നദീജല കരാറ്, അത് നമ്മൾ റദ്ദ് ചെയ്ത് അതേ രീതിയിൽ തന്നെ നിലനിൽക്കും. അവർക്ക് ആ കരാറുമായിട്ട് മുന്നോട്ട് പോകത്തില്ല. ഇതെല്ലാം അവർ അംഗീകരിച്ചു. പക്ഷേ സത്യത്തിൽ അത് മാത്രം പോരാ. നമ്മൾ പറഞ്ഞതെല്ലാം അംഗീകരിച്ചു, അതെല്ലാം ശരിയാണ്. പക്ഷെ ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാശ്മീരിൻ്റെ ഒരു ഭാഗം അവർ കൈയടക്കി വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ മോചിപ്പിക്കണമായിരുന്നു. അത് നമ്മൾ പാകിസ്ഥാനിൽ നിന്ന് മോചിപ്പിച്ച് നമ്മുടെ ഭാരതത്തിനോട് ഒപ്പം അതിൻ്റെ നിയന്ത്രണം ഭാരതത്തിൻ്റെ കയ്യിൽ വരുന്ന രീതിയിലുള്ള നടപടികൾ തന്നെ വേണമായിരുന്നു ഇപ്പോഴത്തെ ആ ഒരു സൈനിക നീക്കത്തിൽ. അതിന് തയ്യാറാകാതിരുന്നതിൽ നമ്മുടെ ഭാരതത്തിലെ ഒരുപാട് ജനങ്ങൾക്ക് നിരാശയുണ്ട്, ഭാരതീയർക്ക് നിരാശയുണ്ട്. അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യമായിരുന്നു. പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കാശ്മീർ നമുക്ക് തിരിച്ച് പിടിക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു ഇത്. അത് കഴിഞ്ഞിട്ട് ഈ സൈനിക നീക്കങ്ങൾ നിർത്താൻ പാടുള്ളായിരുന്നു. അത് ചെയ്യാതിരുന്നതിൽ ഒരുപാട് നിരാശയുണ്ട്. പിന്നെ ഇപ്പോഴാണെങ്കിലും കോൺഗ്രസ്സുകാർ പറഞ്ഞുകൊണ്ട് കിടക്കുന്നു, ഇപ്പം ഇന്ദിരാഗാന്ധി അന്ന് സിംല കരാർ ഒപ്പിട്ടു, ആ നയത്തിൽ നിന്ന് പിന്നോട്ട് പോവുകയാണോ എന്ന്, അങ്ങനെ പോകാൻ പാടില്ല എന്നും പറയുന്നു. അങ്ങനെയൊക്കെ വന്നിട്ട് ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളാണോ BJP ഗവൺമെന്റ് നടപ്പാക്കേണ്ടത്? കോൺഗ്രസ് മാറുമ്പോൾ BJP വന്നു കഴിഞ്ഞാൽ BJPയുടെ നയങ്ങളാണ് നടപ്പാക്കുന്നത്. എന്താണ് വേണ്ടതെന്ന് BJP തീരുമാനിക്കും. കോൺഗ്രസ് കാണിച്ച ഒരുപാട് തെറ്റുകൾ കാണിച്ചു. കോൺഗ്രസിന്റെ കാര്യത്തല്ലേ ഈ ജമ്മു കാശ്മീരിന്റെ 3/4 ഭാഗവും പിടിച്ചോണ്ട് പോയത്, അവർ കൈയടക്കിയത്. എന്നിട്ട് എന്തുകൊണ്ട് അത് തിരിച്ചു പിടിക്കാൻ പറ്റിയില്ല? ഈ സിംല കരാർ അനുസരിച്ച് ഇരു രാജ്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് തർക്കങ്ങൾ പരിഹരിക്കും, മൂന്നാമതൊരാളിനെ കൂട്ടേണ്ട ആവശ്യമില്ല എന്ന് തീരുമാനിച്ചെന്ന് പറഞ്ഞു. ഇപ്പോൾ അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടു.
അതെന്തിനിടപെട്ടു എന്നൊക്കെ ചോദിക്കുന്നു. പരസ്പരം ചർച്ച ചെയ്ത്, രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ചർച്ച ചെയ്ത് ഈ കാശ്മീർ പ്രശ്നം പരിഹരിക്കുമെന്ന് പറയുന്നു. എത്ര വർഷമായി കാശ്മീർ പ്രശ്നം തുടങ്ങിയിട്ട്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ തുടങ്ങിയ പ്രശ്നമാണ്. 10-70 വർഷം കഴിഞ്ഞിട്ട് ഈ കോൺഗ്രസ്സുകാർക്ക് ഇതുവരെ രണ്ടു കൂട്ടരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കാൻ പറ്റാത്ത കാര്യമല്ലേ കാശ്മീർ പ്രശ്നം? അപ്പോൾ ഏത് രീതിയിൽ രണ്ടു കൂട്ടരും കൂടി ചർച്ച ചെയ്താൽ ഈ കാശ്മീർ പ്രശ്നം പരിഹരിക്കാൻ പറ്റും? പറ്റില്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. അപ്പോൾ തീർച്ചയായും നമ്മൾ ഇരു കൂട്ടരും തമ്മിലുള്ള ചർച്ചയിൽ കൂടെ പരിഹരിക്കാൻ പോകുന്ന പ്രശ്നമല്ല കാശ്മീർ പ്രശ്നം. ഒന്നിൽ നമ്മൾ കയ്യൂക്ക് കാട്ടി അത് പിടിച്ചെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മൂന്നാമതൊരാള് മധ്യസ്ഥത നിൽക്കട്ടെ. ആ മധ്യസ്ഥൻ ശക്തമായിട്ട് പറയാ, കാശ്മീരിന്റെ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഭാഗം തിരിച്ച് ഭാരതത്തിന് കൊടുത്തിട്ട് നിങ്ങൾ ഇത് മുന്നോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാകിസ്ഥാൻ അംഗീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. അല്ലാതെ ഇവര് ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞ നടക്കുന്ന റൂട്ടിൽ രണ്ടു കൂട്ടും കൂടെ ചർച്ച ചെയ്ത് പരിഹരിക്കാന്ന് പറഞ്ഞിട്ട് 10-75 വർഷം കൊണ്ട് നടക്കാത്ത കാര്യം, അവര് ഭരിച്ചിട്ടൊന്നും നടക്കാത്ത കാര്യം ഏത് രീതി നമ്മളത് വീണ്ടും അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? കോൺഗ്രസിന്റെ തീരുമാനിച്ച, ഇന്ദിരാഗാന്ധി തീരുമാനിച്ച കാര്യമല്ല നെഹ്റു നടപ്പാക്കിയ കാര്യം. അവര് ഏതെങ്കിലും ഉടമ്പടി വെച്ചിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിർബന്ധവും ഇല്ല. BJP ഭരിക്കും, BJPയുടെ നയങ്ങളാണ് നടപ്പാക്കേണ്ടത്. അല്ലാതെ കോൺഗ്രസ് ഇത് പറയാൻ? കോൺഗ്രസ് ആണോ ഇതിന്റെ ഈ ഭാരതത്തിന്റെ ഏക അവകാശികൾ? അവർക്ക് എന്താ അവകാശം? അവരല്ലേ ഈ രാജ്യത്തിനെ ഈ രീതിയിൽ ആക്കി തീരുന്നത്. കാശ്മീർ പ്രശ്നം അവരാണ് വഷളാക്കിയത്, അതിൻ്റെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അന്നേ ഈ കാശ്മീരിനെ നമ്മളാണേൽ തിരിച്ച് ആ പാകിസ്ഥാന്റെ കയ്യിലിരുന്ന ഭാഗം കൂടെ മോചിപ്പിച്ചിരുന്നെങ്കിൽ ഇനി തീവ്രവാദം ഉണ്ടാവുകയില്ലായിരുന്നു. അതിന് തയ്യാറാകാതിരുന്നതാണ് നെഹ്റു. അത് കഴിഞ്ഞ 71 യുദ്ധ സമയത്ത് നമ്മൾ ലാഹോറിന്റെ അപ്പുറം രാവൽപിണ്ടി അവിടെ വരെ പിടിച്ചടക്കിയായിരുന്നു. 10-13,000 കിലോമീറ്റർ അകത്ത് കയറി പിടിച്ചടക്കിയതായിരുന്നു. എന്തുകൊണ്ട് അവർ കാശ്മീർ മോചിപ്പിക്കാതെ, അവര് അനധികൃതമായി കൈയടക്കി വെച്ചിരിക്കുന്ന കാശ്മീർ തിരിച്ചു വാങ്ങാതെ ഇന്ദിരാഗാന്ധി എന്തിന് ഈ നമ്മൾ പിടിച്ചടക്കിയ സ്ഥലം വിട്ടുകൊടുത്തു? നമ്മുടെ 100 കണക്കിന് സൈനികരുടെ ജീവൻ കളഞ്ഞിട്ടായിരുന്നു അത്തരം സ്ഥലം നമ്മൾ പിടിച്ചടക്കിയത്. പാകിസ്ഥാനിൽ അത്രയും സ്ഥലത്തോട്ട് കടന്നു കയറിയത്. ആ ജവാന്മാരുടെ ജീവത്യാഗത്തിന് പോലും ഒരു വിലയില്ലാത്ത രീതിയിലാക്കിക്കൊണ്ടല്ലേ ഇന്ദിരാഗാന്ധി നമ്മുടെ രാജ്യത്തിന് ഒരു പ്രയോജനം ഉണ്ടാകാത്ത രീതിയിൽ ഈ യുദ്ധം നിർത്തിയതും പാകിസ്ഥാനെ തിരിച്ചു പിടിച്ച പ്രദേശങ്ങൾ വിട്ടുകൊടുത്തത്? എന്നിട്ടാണോ പറയുന്നത് അവർ ചെയ്ത പോലെ ചെയ്യണമായിരുന്നു? അപ്പൊ ഈ കണക്കിന് പറയുമായിരുന്നല്ലോ കോൺഗ്രസ്സുകാർ ഇപ്പോൾ പറഞ്ഞുകൊണ്ട് വരുമല്ലോ, നമ്മൾ വേറെ വ്യോമതാവളം തകർത്ത് നശിപ്പിച്ചു, അത് നമ്മൾ തന്നെ ശരിയാക്കി കൊടുക്കണം, അത് പൂർവ്വസ്ഥിതിയിലാക്കി കൊടുക്കണമെന്ന് കോൺഗ്രസ് അഭിനറ്റ് പറയും. നിങ്ങളുടെ നയം നിങ്ങൾ ഭരിക്കുമ്പോൾ നടപ്പാക്കുക. BJP ഭരിക്കുമ്പോൾ BJPയുടെ നയമാണ് നടപ്പാക്കുന്നത്, ഭൂരിപക്ഷം ജനങ്ങളുടെ നയം. അല്ല, കോൺഗ്രസും BJPയും രണ്ട് നയവുമായിട്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണെന്ന് പറയണം. BJP എന്ന് പറഞ്ഞാൽ തികച്ചും ഭാരതീയമായ ആ ഒരു ചിന്തയിൽ കൂടി പോകുന്ന ആ ഒരു ബോധം, ഭാരതം എൻ്റെ മാതൃഭൂമിയാണ്, ഭാരതം കഴിഞ്ഞ് എനിക്ക് എന്തും ഉള്ളൂ, എൻ്റെ ഈ ജന്മഭൂമി എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് തുല്യമാണ്, ഈ ജന്മഭൂമിയായ എൻ്റെ ഭാരതം എന്ന ജന്മഭൂമി ലോകത്തിൻ്റെ ഗുരുവായി തീരണമെന്ന് ചിന്തിക്കുന്ന പാർട്ടിയാണ് BJP. അസമയം കോൺഗ്രസ് എന്താണ് ചെയ്യുന്നത്? കോൺഗ്രസ് മറ്റു രീതിയിലാണ് അവർ ചിന്തിക്കുന്നത്. ഇന്ത്യ നശിച്ചാലും കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് 10 തുട്ടുണ്ടാക്കണം എന്നുള്ളതല്ലാതെ മറ്റൊരു ചിന്ത അവർക്കില്ല. അങ്ങനെയുള്ളവരുടെ നയം നടപ്പാക്കാൻ BJPക്ക് പറ്റില്ല, അത് തയ്യാറാവുകയുമില്ല. അത് വ്യക്തമായിട്ട് BJP നേതൃത്വം ജനങ്ങളെ അറിയിക്കണം. ആ കഴിഞ്ഞ യുദ്ധങ്ങളിൽ ഈ കോൺഗ്രസ് രാജ്യത്തിനോട് ചെയ്ത ദ്രോഹം ജനങ്ങളിൽ എത്തിച്ചു കൊടുക്കണം. ഇപ്പൊ ഇവര് ഇന്ദിരാഗാന്ധിയുടെ പടവും വെച്ചുകൊണ്ട് അവർ പ്രചരണമായിട്ട് ഇറങ്ങിയെന്ന് ആണ് പറയുന്നത്. ശക്തമായി അതിനെതിരെ ഈ കഴിഞ്ഞ യുദ്ധങ്ങളിൽ നെഹ്റു തൊട്ടിങ്ങോട്ട് കാണിച്ച രാജ്യത്തോട് കാണിച്ച ദ്രോഹങ്ങൾ വ്യക്തമാക്കിക്കൊണ്ടുള്ള ലഘുലേഖകൾ ഉൾപ്പെടെയുള്ള പ്രചരണങ്ങൾ BJP നടത്തി ഇവര് നമ്മളുടെ രാജ്യത്തിനോട് ചെയ്ത ദ്രോഹങ്ങൾ ജനങ്ങളെ അറിയിക്കണം.
ഇപ്പോൾ ഈ തീവ്രവാദവും നമ്മൾ അനുഭവിക്കുന്ന, രാജ്യം അനുഭവിക്കുന്ന ഈ ഭീകരവാദത്തിന്റെ എല്ലാ ഉത്തരവാദികൾ കോൺഗ്രസ്സുകാരാണെന്നുള്ള കാര്യവും നമ്മൾ ജനങ്ങളിൽ എത്തിക്കേണ്ടത് വളരെ ആവശ്യമുള്ള കാര്യമാണ്. അവർ പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ കാര്യമൊന്നും ഇപ്പൊ അവിടെ പറയേണ്ട ആവശ്യമില്ലെന്നൊക്കെ കോൺഗ്രസ്സുകാർ പറയുന്നു. അതൊന്നും അത്ര കാര്യമാക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസ്സുകാർ നമ്മുടെ രാജ്യത്തോട് കോൺഗ്രസ്സുകാർ ചെയ്ത ദ്രോഹത്തിന്റെ നമ്മളിപ്പോൾ അനുഭവിക്കുന്ന ആ തിക്തഫലങ്ങൾ ജനങ്ങളെ അറിയിക്കാൻ BJPയും തയ്യാറാകണം, കേന്ദ്ര സർക്കാരും തയ്യാറാകണം. ഒരു ധവളപത്രം ഇറങ്ങണം ഇപ്പോഴത്തെ കാര്യവും ബന്ധപ്പെട്ട്, പഴയ ആ യുദ്ധ സമയത്ത് നടന്നതും എല്ലാം കൂടെ ഇറക്കി ജനങ്ങളിൽ എത്തിക്കണം എല്ലാ കാര്യങ്ങളും. അതാണ് BJPയും കേന്ദ്ര സർക്കാരും ചെയ്യേണ്ടത്. ഇവരുടെ വ്യാജ പ്രചരണങ്ങളുടെ മുനയൊടിക്കണം. അതിനുള്ള നടപടികളാണ് സർക്കാരിൻ്റെയും BJPയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്.